അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫിൽ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. റമളാനിലെ ഏറ്റവും പവിത്രമായ ദിനമാണ് ബദർ ദിനം. നമുക്കറിയാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 313 സ്വഹാബികളും ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സമരം നടത്തിയ ദിനമാണ് റമദാൻ 17 ബദർ ദിനം. ആ ബദർ ദിനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ബദരീങ്ങളെ നാം അനുസ്മരിക്കുകയും അവരുടെ പേരിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുകയും അവരുടെ ബദർ മൗലൂദുകൾ പാടുകയും പറയുകയും ബദർ കിസ്സകൾ പാടുകയും പറയുകയുമൊക്കെ ചെയ്യേണ്ടത് സുന്നികളായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ റമദാൻ 17 രാത്രിയിലും പകലിലുമൊക്കെയായി ബദരീങ്ങളുടെ പേരിൽ നാം ധാരാളമായി യാസീൻ ഓതി അതിൻ്റെ മിസ്ര സവാബിനെ ഹദിയ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൻ്റെ ദിവസം ചൊല്ലിയ ദിക്ർ നാം ധാരാളമായി ചൊല്ലണം. റമദാൻ 17 രാവിലും പകലിലുമായി യാസീൻ ഓതുകയും ബദർ മൗലിദ് ചൊല്ലുകയും മഹ്ളറത്തുൽ ബദരിയ, മജ്ലിസുന്നൂർ പോലത്തെ ബൈത്തുകൾ ചൊല്ലുകയും അസ്മാഉൽ ബദർ ചൊല്ലുകയുമൊക്കെ നാം നമ്മുടെ വീടുകളിൽ വെച്ച് ചെയ്യണം. നമ്മുടെ മഹല്ലുകളിലെ പള്ളികളിലൊക്കെ വെച്ച് ചൊല്ലാറുണ്ട്, എന്നാലും നമ്മുടെ വീടുകളിൽ വെച്ചുകൊണ്ട് നാം അത് ചൊല്ലണം. അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവൽ ലഭിക്കാൻ അത് വളരെ ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാൻ 17 ബദർ ദിനത്തിൻ്റെ പകലിലും രാവിലുമായി നാം ധാരാളമായി ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ ദിനത്തിലും ധാരാളമായി ചൊല്ലിയ ദിക്റാണത്. മഹാനായ അൽ ഹാഫിള് ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നത് കാണാം, ബദർ ദിനം ഹിജറ 2-ാം വർഷം റമദാൻ മാസം 17 അന്നത്തെ ദിവസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി നിസ്കരിക്കുകയും ആ നിസ്കാരത്തിൻ്റെ സുജൂദുകളിലൊക്കെ യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ആത്മാർത്ഥമായി ധാരാളമായി ചൊല്ലുകയും ചെയ്തിരുന്നു എന്ന് കിതാബുകളിൽ, മഹാനവറുകളുടെ കിതാബുകളിൽ കാണാം. യുദ്ധം നടന്നുകൊണ്ടിരിക്കെ യുദ്ധത്തിൻ്റെ വിവരങ്ങൾ ഇടയ്ക്കിടെ വന്ന് ഹബീബിനോട് പറയാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു വരുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം, ഞാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുമ്പോഴൊക്കെ മുത്തുനബി അവിടുന്ന് സുജൂദിലായിക്കൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ധാരാളമായി ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറയുന്നത് കാണാം. ആ ദിവസം ഈ ദിക്റിൻ്റെ മഹത്വം കൊണ്ട് മുസ്ലിമീങ്ങൾ വിജയം കൈവരിച്ചു എന്നും കാണാൻ കഴിയും. യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്ർ ഇസ്മുൽ അഅ്ളമാണ് എന്ന് അഭിപ്രായപ്പെട്ട മഹാന്മാരുണ്ട്. യാ ഹയ്യു എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിക്കുന്ന അല്ലാഹു എന്നും, യാ ഖയ്യൂം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്ന അല്ലാഹു എന്നുമാണ് ആ ദിക്റുകളുടെ അർത്ഥം വരുന്നത്. ഈ ദിക്റിനെ നാമും റമദാൻ 17 രാവിലും പകലിലും ധാരാളമായി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ബദർ ദിനത്തിൽ ബദർ മൗലൂദും അസ്മാഉൽ ബദറും ഒക്കെ ചൊല്ലി ബദരീങ്ങളുടെ പേരിൽ ഹദിയ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഒരു മാഷാ അല്ലാഹ് കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.